സാഞ്ചസ്, രക്ഷിത, സൈമൺ, സ്നേഹ, അജിക്, ലിയ, യദു. അവിടുത്തെ ലൈറ്റ് വേണ്ടെന്നായിരിക്കും അതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞൻ ഉറുമ്പുകൾ വരിവരിയായി കൂട്ടം കൂടി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്ത് രസല്ലേ! ഒരേ നിറത്തിലും വ്യത്യസ്ത അളവിലുമുള്ള കുപ്പായങ്ങളിട്ട് സ്കൂളിലേക്ക് നീങ്ങുന്ന അക്ഷര പൂങ്കുരുന്നുകൾ വഴികളിലൊക്കെയും കൗതുകം നിറച്ച് ഒച്ചപ്പാടുകളോടെ പോകുന്നതും കാണാത്തവരായി ആരുണ്ടാവും? അതും രസം നിറഞ്ഞ കാഴ്ച തന്നെ. ആണും പെണ്ണുമെന്ന ജീവശാസ്ത്രപരമായ വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. ആ വ്യത്യാസമാണ് ഇന്നെന്റെ പ്രശ്നം. വെറിപിടിച്ച കണ്ണുകളുടെ ആവേശ തള്ളിച്ചയിൽ ചിരിയറ്റ് നിലത്ത് വീണ്, കമ്മീസുകളിൽ ചോര പടർന്ന് കണ്ണുനീർ വാർന്ന്, ഒടുവിൽ ശ്വാസം നിലച്ച് വെളുത്ത തുണിയാൽ പുതയ്ക്കപ്പെട്ട എത്ര കുരുന്നുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രായം കൊണ്ട് മുതിരുകയും ബുദ്ധി കൊണ്ട് ചെറുതാവുകയും ചെയ്യുന്നവർ കാമവെറി തീർത്ത് വലിച്ചെറിഞ്ഞ കൗതുക പൂമുട്ടുകൾ ഇപ്പോഴും തൂങ്ങിയാടുന്നു ഏതോ മരച്ചില്ലകളിൽ. കണ്ണ് തുറന്നൊന്ന് കാണും. മണ്ണിൽ കാലുറപ്പിച്ച് നടക്കുമ്പോൾ കാത് കൂർപ്പിച്ചു തന്നെ വെക്കണം. കൂടുതൽ കൂടുതൽ. എവിടെയും എന്തോ ഒരു ശബ്ദത്തിന്റെ ശ്വാസനിശ്വാസമുണ്ട്. ഞങ്ങളെ കാണൂ, ചിലത് പറയട്ടെ. മിന്നും മിനുങ്ങുകളെ കൊല്ലരുത്. വിരിഞ്ഞോരു പൂമുട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ എങ്ങി എരിഞ്ഞെന്റെ ഓരോ തലവും ഒഴിഞ്ഞു പോയി. ഇനിയും നമ്മൾ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? നീ പറയുന്നത് നേര് തന്നെ. ഭൂമിയിലെ സൗഭാഗ്യങ്ങളെ ഇനി ഒരിക്കലും ആസ്വദിക്കാൻ കഴിയാത്തവരാണല്ലോ നമ്മൾ. ആത്മഹത്യ ചെയ്തവരും കൊല്ലപ്പെട്ടവരുമായ ഹതഭാഗ്യർ. എന്തിനായിരുന്നു ഇത്ര ചെറുപ്രായത്തിലെ ജീവൻ വെടിഞ്ഞ് നമ്മളൊക്കെയും പരലോകത്തേക്ക് യാത്രയായത്? കൂട്ടുകാരെ, ശരിക്കും നമ്മളിങ്ങനെ മരണത്തെ ആഗ്രഹിച്ചിരുന്നോ? എനിക്ക് പേടിയായിരുന്നു മരണത്തെ. നോക്ക്, ഭൂമിയിലേക്ക് നോക്ക്. എത്രയോ പ്രായം ചെന്നവർ ഇപ്പോഴും അവിടെ ജീവിക്കുന്നു. നമ്മൾ മാത്രം എല്ലാം ഉപേക്ഷിച്ച്. നമുക്ക് ഭൂമിയിലേക്ക് പോകണം. എന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തല്ലിക്കെടുത്തി കളഞ്ഞ അവരെ വീണ്ടും കാണണം. അതെ, അവനോട് ചോദിക്കണം. ചേച്ചി, 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 അങ്ങോട്ട് നോക്ക്. അതാ ചേച്ചി. അവർ ഭൂമിയിലെ എല്ലാ നിയമങ്ങളെയും തോൽപ്പിച്ച് നമ്മുടെ മരണത്തിന് ഉത്തരവാദികളായവർ നടന്നു പോകുന്നത് ചേച്ചി കാണുന്നില്ലേ? കാണുന്നുണ്ട്. അവരുടെ കണ്ണുകൾ കഴുകൻ കണ്ണുകൾ പോലെ തിളങ്ങുന്നു. ചെന്നായ്ക്കളുടെ കോമ്പലുകളാണ് അവർക്ക്. എനിക്ക് അവരെ കണ്ടിട്ട് പേടി തോന്നുന്നു. പേടിക്കേണ്ട മോളെ, നമ്മളിപ്പോൾ മരിച്ചുപോയവരല്ലേ. ഇനി അവർക്ക് നമ്മൾ എന്ത് ചെയ്യാനാവും? ശരിയാണ്, അവർക്കിനി നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ നിങ്ങളുടെ അനുഭവം ഇനിയും ഭൂമിയിൽ ആവർത്തിക്കില്ലെന്നുണ്ടോ? ഞങ്ങളുടെ അനുഭവം, ഞങ്ങളുടെ അനുഭവം. മക്കൾക്കിന്ന് സ്കൂളില്ല.
അല്ലയോ? ഇല്ല, ഇന്ന് ഒഴിവ് ദിവസമല്ലേ? അപ്പോഴേ നമുക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞും ഇവിടെ അങ്ങനെ ഇരിക്കാം. എന്താ അശോക? അത് തന്നെ, ഒന്നുമില്ലേലും നമ്മുടെ ബന്ധുവീടല്ലേ. അച്ഛനും അമ്മയും പണിക്ക് പോയിരിക്കുക. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളോട് വർത്താനം പറഞ്ഞൂടെ? അവരൊക്കെ പണി കഴിഞ്ഞ് വൈകുന്നേരല്ലേ വരൂ? എടാ മാധവ, ഒരു കാര്യം മറന്ന്. അതെന്താ? നമ്മൾ കുട്ടികൾക്ക് മിഠായി വാങ്ങണോന്ന് പറഞ്ഞില്ലായിരുന്നു? അത് വാങ്ങാൻ മറന്നു. ഛേ, നീ എന്നാ പണിയാ കാണിച്ചേ? ഞങ്ങൾക്ക് മുട്ടായി വേണ്ട. ഓ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. ഗംഗമ്മോള് ഇങ്ങ് വാ. മോള് പോയി മിഠായി വാങ്ങിയിട്ട് വാ. ഞങ്ങൾക്ക് മിഠായി വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ചെല്ല് മോളെ, ആ ചെല്ല്. ധൃതിയൊന്നും വേണ്ട, പതുക്കെ വന്നാ മതി. ആഹാ, മോളങ്ങ് വലുതായി പോയല്ലോ. കാണാൻ നല്ല സുന്ദരിയുമായിട്ടുണ്ട്. അയ്യോ, കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരവൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ വളരുന്ന സന്ധ്യകൾ. കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരവൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ വളരുന്ന സന്ധ്യകൾ. പതയുന്ന പരിഹാസ ലഹരികൾക്കൊപ്പമ പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ. ഇടയിൽ സഹതാപങ്ങൾ, ഇടിവെട്ടുകൾ, ഇതിൽ മുറിയുന്ന ഹൃദയങ്ങളാരു കണ്ടു. മനുഷ്യർ കഴുകന്റെ രൂപം പ്രാപിച്ചപ്പോ ഞാൻ അവർക്ക് ഇരയായി. കൊക്കും നഖവുമേറ്റ് വേദന കൊണ്ട് പിടഞ്ഞ ദിവസങ്ങൾ. ഒടുവിൽ ഒരു സാരിത്തുമ്പിൽ പിടഞ്ഞ് ഞാനും ഇവിടെ എത്തി. പിന്നീട് അവർ എന്നെ തേടി വന്നു. എല്ലാറ്റിനും സാക്ഷിയായ എന്നെയും അവർ കൊന്നു കെട്ടിത്തൂക്കി. തെളിവുകളൊക്കെയും മായ്ച്ചു കളഞ്ഞ് അവരിപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്നു. കണ്ടില്ലേ ഗംഗേ, നമ്മുടെ അമ്മ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നമ്മളെ ഓർത്ത് വിലപിക്കുന്നത്. വാ വാ, നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം. ഞാൻ എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? നൊന്തുവെച്ചെന്റെ 2 മക്കളെയും നഷ്ടപ്പെടേണ്ടി വന്ന ഹതഭാഗിയായ ഒരു അമ്മയായി പോയല്ലോ ഞാൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അമ്മേ, അമ്മേ, മക്കളെ, എവിടെയാണ് നിങ്ങൾ? അമ്മേ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എവിടെ? എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. എവിടെയാണ് നിങ്ങൾ? ഞങ്ങളിപ്പോ ആത്മാക്കളല്ലേ. ആത്മാക്കളെ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ ഉമിത്തിയിൽ വെന്ത് നീറാൻ മാത്രം. എന്ത് തെറ്റാ എന്റെ ദൈവമേ ഞാൻ ചെയ്തത്? ആ ചോദ്യം ചോദിക്കേണ്ടത് ദൈവത്തോടല്ല, ഈ സമൂഹത്തോടാണ്. ആരുടെയൊക്കെയോ സുഖത്തിന് വേണ്ടി ബലിയാടുകളാകാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? പെൺകുട്ടികളായി പിറന്നു പോയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? മക്കളെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഈ അമ്മയ്ക്ക് ഉത്തരമില്ല. പക്ഷേ
ഒന്നെനിക്കറിയാം, ഇവിടെ ഓരോ മാതാപിതാക്കളും ആശങ്കയുടെ മുൾമുനയിലാണ്. പാടത്തും പറമ്പിലും പൊള്ളുന്ന വെയിലിലും അധ്വാനിച്ച സ്വന്തം മക്കളെ ഒരു കര പിടിപ്പിക്കാൻ പാടുപെടുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വേദന ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. സ്വന്തം വീട് പോലും പെണ്ണിന് സുരക്ഷിതമല്ലാതാവാൻ മാത്രം അധപ്പതിച്ചതാണോ നമ്മുടെ സമൂഹം? എവിടെയാണമ്മേ ഞങ്ങൾക്ക് നീതിയുള്ളത്? ഏത് നിയമമാണ് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞങ്ങളെ കൊന്നവർ എത്ര എളുപ്പത്തിലാ രക്ഷപ്പെട്ടത്. തെളിവില്ലത്രേ. ശരീരം മുഴുവൻ കൊത്തി നുറുക്കുമ്പോഴും ഞങ്ങൾ അനുഭവിച്ച വേദന, കഴുത്തിൽ സാരിക്കുരുക്ക് മുറുകുമ്പോൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞത്, അതൊന്നും തെളിയിക്കാൻ ഇവിടെ ഒരു സംവിധാനവുമില്ലെന്നോ? ആർക്കും അതിനൊന്നും കഴിയില്ലെന്നാണോ? നമ്മളൊക്കെയും പാവപ്പെട്ടവരല്ലേ മക്കളെ, അവരോട് ഏറ്റുമുട്ടാൻ നമ്മൾക്ക് ശക്തിയില്ലല്ലോ. ശരിയാണ് അമ്മ പറഞ്ഞത്. ഏത് കൊലപാതകയ്ക്ക് വേണ്ടി ഹാജരാവാനും ഇവിടെ വക്കീലന്മാരുണ്ട്, പണം ചെലവഴിക്കാൻ ആളുണ്ട്. പാവപ്പെട്ട നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ മാത്രം ആരുമില്ല. നമ്മളൊക്കെ ജീവിച്ചാലെന്ത്, ചത്താലെന്ത്? എന്താണമ്മേ ഈ സമൂഹം ഇങ്ങനെ? ഇനി എപ്പോഴാണമ്മേ പെണ്ണായി ജനിച്ചവർക്ക് നിർഭയരും സ്വതന്ത്രരുമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുക? ആർക്കൊക്കെയോ വേണ്ടി ബലിയാടാകാൻ വിധിക്കപ്പെട്ടവരോ സ്ത്രീകൾ? പോവുകയാണമ്മേ, ഞങ്ങൾ തിരിച്ചു പോവുക. മരണത്തിൽ പോലും ഞങ്ങൾക്ക് നീതി കിട്ടില്ലെന്നറിയാം. ഇതുവരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. മക്കളെ, ഒരു നിമിഷത്തിന്റെ കാമാർത്തി പൂണ്ടവം ക്രൂരമാം പീഡയ്ക്കിരയായി പിടഞ്ഞവൾ. ഒരു നിമിഷത്തിന്റെ കാമാർത്തി പൂണ്ടവം ക്രൂരമാം പീഡയ്ക്കിരയായി പിടഞ്ഞവൾ. നിരപരാധിത്വത്തിൻ രക്തസാക്ഷിത്വമായി കൊല ചെയ്തു എത്ര നിഷ്ഠൂര പാതകം. നിർദ്ദയം ചെയ്യുന്ന നീചപ്രവർത്തികൾക്കെത്തിടും കാലം കണക്ക് ചോദിക്കുവാനെല്ലാം ഗ്രഹിക്കുന്നൊരജ്ഞാത ശക്തിയുണ്ടാരേം വിധിക്കും അതാതിന്റെ ശിക്ഷകൾ. അകാലത്തിൽ പ്രാണൻ വെടിയേണ്ടി വന്നവർ ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. നിങ്ങൾ സമ്മാനിച്ച ദുരനുഭവങ്ങളിൽ നിന്നും ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളുടെ കഥ. ഭൂമിയെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പൂക്കൾ, അരുവികൾ, പൂമ്പാറ്റുകൾ, കുന്നും മലയും കടലും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് അതൊന്നും അനുഭവിക്കാൻ കഴിയില്ലല്ലോ. എല്ലാറ്റിനും നിങ്ങളാണ് ഉത്തരവാദികൾ. നിങ്ങളുടെ സ്വാർത്ഥതയുടെയും സുഖത്തിന്റെയും ബലിക്കല്ലുകളിൽ ഹോമിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഭൂമിയിലെ നിയമങ്ങളൊക്കെയും പണവും സ്വാധീനമുള്ളവർക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവരെ ഞങ്ങളും സമൂഹത്തിലെ വ്യക്തികളായിരുന്നു. അതെ, സ്വന്തമായ കാഴ്ചപ്പാടുള്ളവർ, വ്യക്തിത്വമുള്ളവർ, സ്വപ്നങ്ങളും മോഹങ്ങളുമുള്ളവർ. നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം. അതെ, മരണാനന്തരമെങ്കിലും ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങളുടെ കൂട്ടുകാർ, സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി, അവർക്കെങ്കിലും സ്വൈര്യമായി ജീവിക്കാൻ മരിച്ചുപോയ ഞങ്ങൾ പറയുന്നു, നീതി വേണം. ഓരോ മരണം സംഭവിക്കുമ്പോഴും എല്ലാരും പറയും ഇനി ഇത് ആവർത്തിക്കരുതെന്ന്, നടപടികൾ വേണമെന്ന്. എല്ലാം നിങ്ങളുടെ വെറും പറച്ചിലുകൾ മാത്രം, ആത്മാർത്ഥതയില്ലാത്ത പറച്ചിലുകൾ. പത്രക്കാർക്കും രാഷ്ട്രീയക്കാർക്കും സോഷ്യൽ മീഡിയകളിൽ തള്ളുന്നവർക്കും ആഘോഷിക്കാൻ വേണ്ടി മാത്രമുള്ള കാട്ടിക്കൂട്ടലുകൾ. നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, നീതി വേണം, നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം, വേണം. എത്ര തളർന്നാലും നീതിക്ക്
ശ്വാസം വരെ നിന്റെ യുദ്ധം, ശ്വാസം വരെ നിന്റെ യുദ്ധം, ഒറ്റയല്ലൊറ്റയല്ലൊറ്റയല്ല നീ, കത്തും കരുത്തായി ഞങ്ങളും കൂടെ, കത്തും കരുത്തായി ഞങ്ങളും കൂടെ. Justice.